ഭക്ഷണം നൽകാൻ താമസിച്ചെന്നാരോപിച്ച് ഹോട്ടൽ ഉടമയെയും ജീവനക്കാരനെയും മർദ്ദിച്ചു. തലയ്ക്ക് പരിക്കേറ്റ ഹോട്ടൽ ഉടമ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ കസ്റ്റഡിയിലെന്ന് സൂചന. നെയ്യാറ്റിൻകര വെള്ളറ കണ്ണൂർക്കോണത്ത് ഹോട്ടൽ നടത്തുകയായിരുന്ന ആൽഫ്രഡ് ജോൺ എന്ന 62-കാരനും ജീവനക്കാർക്കുമാണ് മർദ്ദനമേറ്റത്. കടയിലെത്തിയ 7 അംഗ സംഘം ഭക്ഷണത്തിനായിരുന്നു. ഭക്ഷണം നൽകാൻ വൈകുന്നുവെന്നും ആദ്യം തങ്ങൾക്ക് ഭക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ട സംഘം അസഭ്യം പറയാൻ തുടങ്ങി. ഇത് ചോദ്യം ചെയ്തതിലുള്ള പ്രകോപനമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. കട തുറന്ന് വെച്ചിരിക്കണം, കഴിക്കാൻ തരാൻ പറ്റില്ലെങ്കിൽ ശരിക്കും തെറിവിളി. അപ്പോൾ ഫാമിലിയൊക്കെ അവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഫ്രണ്ടിൽ ഈ കിച്ചണിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ച് ഞാൻ ചോദിച്ചവിടെ ആരവിടെ ചീത്ത വിളിക്കണമെന്ന് ചോദിച്ചു. അതൊന്നും അവിടെ അവന്മാർ വന്ന് എന്നെ പിടിച്ച തള്ളി അടിച്ച് എന്ത് കണ്ടുകൊണ്ട് തന്നെ എൻ്റെ പോയി. അവൻ വന്നത് അവനെയും ആരടിക്കണമെന്ന് കേൾക്കുന്നതിന് മുമ്പ് അവനെ അടിച്ച്. അക്രമികളുടെ മർദ്ദനത്തിൽ ആൽഫ്രഡ് ജോണിന്റെ തലയ്ക്ക് കാര്യമായ പരിക്ക് പറ്റി. വിവരമറിഞ്ഞെത്തിയ ആൽഫ്രഡ് ജോണിന്റെ മകൻ അഹൂയൽ ജോണിന് നേരെയും സംഘം തിരിഞ്ഞു. തുടർന്ന് ജീവനക്കാരെയും മർദ്ദിച്ചു. ബഹളം കേട്ട് നാട്ടുകാരും സമീപവാസികളും ഓടിയെത്തിയപ്പോഴേക്കും സംഘം കടന്നു കളഞ്ഞു. പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായാണ് പോലീസ് പറയുന്നത്. ചെമ്പൂർ സ്വദേശികളായ 7 പേർക്കെതിരെയാണ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.